ഒരു വ്യാജ ആത്മകഥ ഒരിക്കലും ആത്മകഥയാവുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതാക്കളിൽ ഒരാളായ മുൻ മന്ത്രിയും പലതവണ നിയമസഭാ സാമാജികനുമൊക്കെ ആയിരുന്ന സഖാവ് EP ജയരാജൻ ഈയിടെ എഴുതി പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വലിയ വിവാദം സൃഷ്ടിക്കുകയുണ്ടായി. എന്തായാലും P ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടണമെന്നും അത് ഈ കാലഘട്ടത്തിൽ CPM-നെ ശക്തിപ്പെടുത്തുമെന്നും കരുതിയ അതേ നേതാക്കന്മാർ ഈ EP ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടരുതെന്നും ആഗ്രഹിച്ചിരുന്നുവോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല, അത് എഴുതി തീർന്നിട്ടില്ല. മാതൃഭൂമിയും DC ബുക്സും എന്നോട് അത് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ 2 കൂട്ടർക്കും കൊടുത്തിട്ടില്ല, ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ല. ഈ എഴുതിയത് ഞാനല്ല, ഇങ്ങനെ ആരും എഴുതിയിട്ടില്ല. ഞാനൊരാളെ എഴുതാൻ ഏൽപ്പിച്ചിരുന്നു, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ പ്രതിരോധമാണ് അദ്ദേഹം പടുത്തുയർത്തിയത്. എല്ലാം മറന്ന് ആ തിരക്കഥക്ക് തിരശ്ശീല ഇടുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് EP ജയരാജൻ ചാടി വീണതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞുവെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പക്ഷേ സാധാരണയായി DC ബുക്സിനെ പോലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു പബ്ലിഷർ, ഒരു പ്രസാധകൻ ഈ തരത്തിൽ പെരുമാറുകയില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാത്മകഥാ കഥനം നടത്തുന്ന EP ജയരാജൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആ പുസ്തകം മുഴുവൻ വെളിയിൽ വന്നാൽ, പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ധാരാളം വിമർശനങ്ങൾ അതിലുണ്ടാവും എന്നതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ട എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ പുസ്തകത്തിൽ എന്തുണ്ട് എന്ന് EP ജയരാജൻ ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ആളുകൾ വിശ്വസിക്കുന്നു തോന്നുന്നില്ല. അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അത് പുറത്തു വരാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചും അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചും പൊതുവെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്.